മോനെ എന്താണ് എന്തി വാഹനങ്ങൾ നടക്കുന്നേ? ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ കഴിഞ്ഞ മാസം പൈസ കൊടുത്തുവിട്ടേ? പിന്നെന്തിനാ ഇപ്പൊ വന്നേ? നിങ്ങൾ പറഞ്ഞാ മതി. നിന്റെ സമയത്ത് നീ അല്ലാതെ ഞാൻ പോയി പറയാൻ പറ്റുമോ? ഞാൻ പറയുമ്പോ അത് വേറെ രീതിയിൽ പറയും. അതുകൊണ്ട് നീ തന്നെ പോയി പറയാം. ഞാൻ പോയി പിന്നെ ബ്രഹ്മാവും പിന്നെ അടുത്തുള്ളവരൊക്കെ നോക്കും. നമ്മുടെ സ്റ്റാറ്റസിനെ കുറവ്. അവരിത് ഇങ്ങോട്ട് കയറി വരുന്നത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അങ്ങോട്ട് കൊണ്ടൊന്നും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ അടുത്തല്ലേ പൈസ കൊടുത്തേ, പിന്നെന്തിനാ വരുന്നേ? എപ്പോഴും ഇങ്ങനെ കയറി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേ. നീ പറയാറില്ലേ? പറഞ്ഞില്ലേ? വിളിക്കുമ്പോ പറയത്തില്ലേ? അത് ഞാൻ വിളിച്ചാലും എടുക്കത്തില്ല. അവരടുത്ത് പറയണം, ഇവിടെ ആൾക്കാർ വരുന്നതാ. ഇനിയിപ്പൊ എന്ത് പറയണം പറഞ്ഞേക്കീശ്വര. അമ്മേ എന്താ അമ്മമ്മനെ പുറത്തിരിക്കണേ? നിന്നെ ഇവന്റെ പേരും പറഞ്ഞാ പിന്നെ നീ പഠിക്കുമ്പോ നീ ഇവന്റെ സൗണ്ട് ഇട്ട് വന്നോളൂ. ഏതെങ്കിലും കടയിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് ആ പേര് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ മനുഷ്യരെ മേക്കെടുത്താൻ വേണ്ടിട്ട് വരുന്നു. വന്ന കോലം കണ്ടോ? ആയിരത്തി കാണും ഈശ്വര. പറഞ്ഞിടാൻ നോക്കും. എന്താ ഞാൻ ചെന്ന് പറയാ? പറഞ്ഞാ പിന്നെ എന്നോട് വർത്താനം പറയാൻ നിൽക്കും. എന്നെ കൊണ്ടും പറയാൻ നിങ്ങളല്ലേ പറഞ്ഞു. ഞാൻ എന്ത് പറയാം? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകപ്പാട് വിഷയമാവും. അതുകൊണ്ടാണ് ഞാൻ പറയാ. നിന്നോട് പറഞ്ഞാലോ തിരിയില്ല. അത് തിരികൂടാ. നീ നിന്നെ കണ്ടിട്ട് വേണം ഞാൻ കണ്ണീര് വിളിപ്പിക്കാൻ. തിരിപോകുന്നത് ജനലിലൂടെ നോക്കുന്നുണ്ട്. ഇവനെ നോക്കുന്നേ. ആ ജനലിലൂടെ മടങ്ങി എന്നെ കണ്ട തുടങ്ങും. നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. നിന്നെ കണ്ടു അന്വേഷിക്കാറുണ്ട്. അന്വേഷിച്ചോട് നിങ്ങൾ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ വരുന്നത്. എന്നും നീ വന്ന് കയറുമ്പോ ഇവിടെ കൊടുക്കാനൊന്നും ഇവിടെ ഒന്നും അടിച്ചു വെച്ചിട്ടൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ കാലി അടിക്കുന്നില്ല. വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ വ്യക്തി നോക്കാൻ തുടങ്ങി. അവരെത്തി നോക്കുമല്ലോ. അവരെന്ത് കാര്യങ്ങളും കൊണ്ട് വരാൻ വേണ്ടി കാത്തിരിക്കും. അവരെത്തി നോക്കാൻ വേണ്ടി. ഞാനിപ്പോ അവിടെ അറിയിച്ചു സംസാരിക്കാൻ വിളിക്കുമ്പോ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു.